കന്യകയീറനണിഞ്ഞു ഓടിയണഞ്ഞു വസന്തം. ഭൂമി കന്യകയീറനണിഞ്ഞു ഓടിയണഞ്ഞു വസന്തം. നീലവാനം ശ്യാമചന്ദ്രികപൂരം സ്നേഹ സൗന്ദര്യതീരം എല്ലാം നാഥനൊരുക്കി. നീലവാനം ഗോപുരനടയിൽ ആതിരാരാവിന്റെ മടിയിൽ ആലോലമാലോലം താളത്തിലാടി ആയിരം പൂക്കൾ ചിരിച്ചു. ആലോലമാലോലം താളത്തിലാടി ആയിരം പൂക്കൾ ചിരിച്ചു. നീലവാനം ശ്യാമചന്ദ്രികപൂരം സ്നേഹ
പാപങ്ങളേറ്റിടുവാൻ മർത്യാവതാരമായി ഈശപുത്രൻ. ഭൂലോക പാപങ്ങളേറ്റിടുവാൻ മർത്യാവതാരമായി ഈശപുത്രൻ തന്നു തന്നേകനാം ജാതനെ പോലും ലോകത്തെ ദൈവം സ്നേഹിച്ചതാ കാണൂ ആ ക്രൂശിൽ.
കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനേ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും വരണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾ നൽകണമേ. ഞങ്ങളക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങൾ നോക്കുമ്പോൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗത്തിനോട് ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മീയങ്ങൾ പറഞ്ഞ മാതാവേ, നിനക്ക് സമാധാനം. കർത്താവിനോട് നീ തേടി വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വെറ്റിഫലമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ ആശ്രയമേ. ഭാവിയായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളാണ് ഞാൻ ചിത്തമുള്ള ഭാവ ചിത്തമുള്ള പിതാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള സ്നേഹായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ചിത്തമുള്ള ഊഹ ചിത്തമുള്ള ഉടീപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചിലക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയവും ജീവിതത്തിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. തൃക്കൈകളാലെ നൽകുന്നതൊക്കെയും സ്വാഗതം ചെയ്യുവാനായി തൃപ്പാതെ ഞാൻ താണിരിക്കും ദിവ്യരക്ഷകാ. വന്യവിഭോ തൃക്കൈകളാ
സുരഭില സ്വപ്നങ്ങൾ ചെറു ചെറു ശലഭങ്ങൾ പറക്കും മനസ്സിനുഷസന്ധ്യയിൽ കനകക്കതിർ ചൂടി കസവുടുത്തെത്തുന്നു പകലോൻ പാരിൻ പടിവാതിലിൽ സുരഭില സ്വപ്നങ്ങൾ ചെറു ചെറു ശലഭങ്ങൾ പറക്കും മനസ്സിനുഷസന്ധ്യയിൽ കനകക്കതിർ ചൂടി കസവുടുത്തെത്തുന്നു പകലോൻ പാരിൻ പടിവാതിലിൽ സുരഭില സ്വപ്നങ്ങൾ. മൃദുവാർന്ന കൈവിരൽ തുമ്പിന കുങ്കുമം നനവാർന്ന ഭൂമിക്ക് നൽകും. മൃദുവാർന്ന കൈവിരൽ തുമ്പിന കുങ്കുമം നനവാർന്ന ഭൂമിക്ക് നൽകും. മരതകമണിയും മണ്ണിന്റെ മാറത്ത് മാമ്പുള്ളി ചിത്രം വരയ്ക്കും. മരതകമണിയും മണ്ണിന്റെ മാറത്ത് മാമ്പുള്ളി ചിത്രം വരയ്ക്കും. കുറുമ്പിന്റെ കാലടയാളം പതിക്കും. സുരഭില സ്വപ്നങ്ങൾ ചെറു ചെറു ശലഭങ്ങൾ പറക്കും മനസ്സിനുഷസന്ധ്യയിൽ കനകക്കതിർ ചൂടി കസവുടുത്തെത്തുന്നു പകലോൻ പാരിൻ പടിവാതിലിൽ സുരഭില സ്വപ്നങ്ങൾ. അഴകാർന്ന താമര കലികതൻ കവിളത്ത് അരുണാഭചാലിച്ചെഴുതും. അഴകാർന്ന താമര കലികതൻ കവിളത്ത് അരുണാഭചാലിച്ചെഴുതും. ഇതൾ വിരിയുന്നൊരു പൂവിന്റെ ചുണ്ടത്ത് ഇളവയിൽ മുത്തം പകർത്തും. ഇതൾ വിരിയുന്നൊരു പൂവിന്റെ ചുണ്ടത്ത് ഇളവയിൽ മുത്തം പകർത്തും. നിറവിന്റെ 7 വർണ്ണങ്ങൾ വിടർത്തും. സുരഭില സ്വപ്നങ്ങൾ ചെറു ചെറു ശലഭങ്ങൾ പറക്കും മനസ്സിനുഷസന്ധ്യയിൽ കനകക്കതിർ ചൂടി കസവുടുത്തെത്തുന്നു പകലോൻ പാരിൻ പടിവാതിലിൽ സുരഭില സ്വപ്നങ്ങൾ.
സ്വർഗത്തിൽ നിന്നും ഉലകത്തിലേക്കിറങ്ങി വന്ന ദേവാ, മർത്യനു വേണ്ടി കുരിശിലേറിയൊരു സ്നേഹനാഥാ. സ്വർഗത്തിൽ നിന്നും ഉലകത്തിലേക്കിറങ്ങി വന്ന ദേവാ, മർത്യനു വേണ്ടി കുരിശിലേറിയൊരു സ്നേഹനാഥാ. പാപത്തിൻ മോചനദ്രവ്യമായി പാവന ജീവനേകി, നാശത്തിൽ നിന്നെന്നെ മോചിച്ച കാരുണ്യരൂപനീശ. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? വിവാഹമെന്ന ഉദാസി പരസ്പരം ബന്ധിതരാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. കേൾക്കുക, ജനത്തെയും വിഗ്രഹത്തെയും നീ മറന്നു കളയുക. അദ്ദേഹത്തിന്റെ നാഥനാകുന്നു, അദ്ദേഹത്തെ വർദ്ധിക്കുക. അവരുടെ മേലെ നീ കൊണ്ടുവരുന്നതാകുന്നു. തൊഴിലായ അവളെ അനുഗ്രഹിക്കും. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. സ്ഥലത്തിന്റെയും ആത്മാവിൽ രക്ഷിക്കുന്നവനും ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. സജീവനായ ദൈവത്തെ പ്രവർത്തിക്കാം. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും സന്തോഷം ഞങ്ങൾ വർദ്ധിക്കുവാനും ഞങ്ങളുടെ സ്വഭാവത്തിൽ നിരന്തരം അംഗീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.
വിവാഹബന്ധത്തെ വിശുദ്ധായും സഭയും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഭാര്യഭർത്താക്കന്മാർക്ക് ഉപദേശം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസ്യർക്കെഴുതിയ ലേഖനം അധ്യായം 5:22 മുതലുള്ള തിരുവചനം. ഭാര്യമാരെ, നമ്മുടെ കർത്താവിനെ അതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ അനുസരിക്കുന്നത് മിശിഹ സഭയുടെ ശിരസ്സും ശരീരത്തിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ശരിയാക്കായിരിക്കും ഭാര്യയുടെ ശിരസ്സാകുക. അതിനാൽ തിരുസഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നത് പോലെ ഭാര്യമാരുടെ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുത്തിയിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹാവിന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുന്നു. സ്വന്തം ശരീരത്തിൽ നിന്ന് നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുകയില്ല. മിശിഹാവിന്റെ സഭയെ പോലെ ഓരോരുത്തരിൽ നിന്ന് നീക്കിക്കൊട്ടുന്നു. മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാകുന്നു. ഫരീസയരടുത്ത് നിന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, കർത്താവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സാധാരണ വൈദികര് ചെറിയ ഉപദേശം മുഖേന ചെറിയ പ്രസംഗം ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുവെന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ അതെല്ലാം ചിന്തിക്കുന്ന ആരുണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ഉദ്ദേശം ജീവിതത്തിൻ്റെ ഈ തരണിയിൽ മുന്നോട്ട് പോകുമ്പോൾ മുൻപ് കണ്ടിട്ട് സ്വപ്നങ്ങൾ പെട്ടു പോവുകയും ഇതുകൊണ്ട് നാഥാശാസ്ത്രമാണ് ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ കൂടി പ്രതികരിച്ചിരുന്ന പലതും മിഥ്യയാണ് എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ കുടുംബ ജീവിതത്തിലേക്ക് വലിച്ച നിമിഷങ്ങളുണ്ടാകും. ആ നിമിഷങ്ങളിൽ ഒരുപക്ഷെ ജീവിതത്തിലുമാർക്ക് അത് കാലത്തിന്റെ തികവിലായിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഒന്ന് ചിന്തിക്കുവാൻ പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥ ഉപയോഗിക്കുന്നു. ഏതൊരു സംസ്കാരത്തിന്റെ സന്തതികളാണെങ്കിൽ ശരി, ഇത് ശരിയാണെന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് സ്വന്തത്തിൽ വിവാഹം നടത്തുമെന്ന് പറയുന്നതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, ഈ ദൈവം നിങ്ങളെ കൂട്ടിയിണക്കുന്നു, നിങ്ങളെ യോജിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല,
ദൈവം നിർമ്മിച്ചതാണ്. അതിനാൽ ആ ദൈവത്തിന്റെ ഹിതത്തിന് ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനത്തിന് വിധേയമാകാൻ ബാധ്യത. ഈ ജീവിതത്തിൽ ഏറ്റവും ഉത്തമനായ എന്റെ കാര്യം എന്റെ കർത്താവ് എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾ ഇന്ന് ബന്ധിതരാകുന്ന നിമിഷങ്ങൾ കടത്തോടുകൂടി ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ്. മറ്റൊന്ന് പറയുവാനുള്ളത്, ഒരു വിവാഹത്തിലേക്ക് വിജയം എന്റെ പരാജയം കടലിൽ എന്തിനാണെന്ന് അറിയിക്കാൻ. പക്ഷെ ഒരു വസ്തുത നമ്മൾ താത്വികം പറയുവാൻ ആഗ്രഹിക്കും. ഈ ജീവിതത്തിൽ മനുഷ്യ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഏക വികാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഭാര്യയുടെ മാതാപിതാക്കന്മാരായിട്ട് നിങ്ങൾ ശല്യമായി ചെയ്യുമെന്നും അതുപോലെ തന്നെ ആ നിങ്ങളെ നിർമ്മിച്ചെടുക്കുന്ന സ്നേഹമായിരിക്കണമെന്നും പൗലോസിനെ ഉപദേശിക്കുന്നതിന്റെ അതെന്തെന്ന് ചോദിച്ചാൽ ഇതിലൊന്നും ആത്യന്തികമായി സുഖം കാണാൻ ഹൃദയത്തിന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ പ്രതിസന്ധിയിൽ കടന്നു പോകാതെ മനുഷ്യനെ പോലെ നേരിടുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് നമുക്ക് ദൈവം പാഠം പഠിപ്പിക്കും. അതിനേക്കാൾ നല്ലത് വിധിച്ചത് മനുഷ്യനെ പോലെ ആദ്യത്തെ നീങ്ങുന്നത് നല്ലതാണ്. അതിനാൽ എപ്പോഴും ഈ ജീവിതത്തിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതലായി കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കാതെ ആ വിശ്വാസം പ്രാർത്ഥന ജീവിതത്തിലൂടെ മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്നതിന് പ്രേരണ നടത്തുകയും നിങ്ങൾക്ക് കർത്താവായ ദൈവം യേശു നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അത് പ്രായോഗിക ജീവിതത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ വല്ലതും കിട്ടുവാനും കിട്ടുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും ഹൃദയത്തിന്റെ സമാധാനമാണ്. അതിന് പലതും നിങ്ങൾ ജീവിതത്തിൽ പലതും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഭർത്താവിൻ്റെ കാര്യം ജീവിക്കുമ്പോൾ ഇനി ഞാൻ എന്ന മനുഷ്യനെ ജീവിക്കില്ല, മറിച്ച് നമ്മൾ എന്ന രീതിയിലുള്ള ചിന്ത അതിൻ്റെ അവസാന നിമിഷം വരെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതിന് ആഗ്രഹിക്കും. നമ്മൾ പലപ്പോഴും ഗ്രഹിക്കാതെ ഉദാശമായിട്ട് അല്ലെങ്കിൽ വിവാഹം ഉദാശമായിട്ട് നിങ്ങളെ യോജിപ്പിക്കുന്നു. അവനെ കൂടാതെ വേർപ്പെടാൻ നമുക്ക് സാധ്യമല്ല. ദേശ ഓഫീസ് എക്സ്പ്ലാൻ കഴിഞ്ഞാൽ ദേശ ഓഫീസിൽ കൊണ്ട് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയം തീർന്നു. 4 ദിവസത്തേക്ക് തിരിച്ച് വേണ്ടാത്ത വിവാഹം തോന്നുന്നു. അതിന്റെ അർത്ഥം വേർതിരിക്കുവാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ സർവശക്തനായ ദൈവം സൃഷ്ടികർമ്മത്തിൽ നിങ്ങളെ പങ്കുകാരാക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ജീവിതാവകാശത്തെ പൂർത്തീകരിക്കുന്നതിന് ഇതാ നിങ്ങൾ വിളിച്ചിരിക്കുന്നു. ആ വിളിക്ക് നിങ്ങൾ പ്രത്യുത്തരം നൽകുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്കുള്ള ദൈവം നിങ്ങളെ രക്ഷയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ മംഗളകർമ്മത്തിന്റെ സന്നിധിയിലായിരിക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളെ ഞാൻ അനുവദിക്കുകയും കർത്താവായ ദൈവം എല്ലാവരുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാഗ്രഹവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ജെസ്സി എന്ന ഭാര്യയെ സ്വീകരിക്കുന്നു. ജെസ്സി വിശുദ്ധാഗ്രഹവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അജിത്തിനെ ഭർത്താവിനെ സ്വീകരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പുരുഷമരണം വഴി തിരുസഭയെ ഒഴിവായി കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവന്മാരെ ബന്ധിക്കുന്ന ഈ കുരിശിനെ ദയാവരം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസത്തിലും ഇതിനെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി നയിക്കുവാനും ഈ കുരിശുകൾക്ക് ശക്തി നൽകട്ടെ. കൃപാവരത്തിന് അരിശവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാര്യവാനായ കർത്താവെ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങേ ഗ്രഹിക്കുവാനും നന്ദിമാരെ അനുഗ്രഹിക്കണമേ. ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിലും മഹത്തിന്റെ വസ്ത്രം അണിയുവാനും പുറക്കിടയാകട്ടെ. Thank you.
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ജീവിതത്തിൽ വിശുദ്ധ സാക്ഷിയാക്കി ഞങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൊടുക്കുന്നേ കർത്താവേ രമ്പന്മാരെ അനുഗ്രഹിക്കണമേ എന്നപേക്ഷിക്കാം. സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണ്ണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനോ ജീവിതത്തിലെ ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനോ ഞങ്ങളുടെ ജീവിതം വിജയകരമായി നയിക്കുവാനും അങ്ങയുടെ വിശ്വസ്തരായ രാത്രി വാഗ്ദാനം ചെയ്തിരിക്കുന്ന നെറ്റുകിരീടം നേടുവാനും അവരെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലമുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ നിമിഷമാരെ നേരിടണമേ. എപ്പോഴും സുരക്ഷിതമായിരിക്കട്ടെ. ഇവർക്കുണ്ടാകുന്ന സ്ഥാനങ്ങളെ വിശുദ്ധമാർഗത്തിലൂടെ നയിച്ചു വേണമേ. ആരോഗ്യമായി നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. സ്വർഗീയവരങ്ങളാലും ആന്തരിക സൗന്ദര്യത്താലും ഇവർക്കനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സമയത്ത് കുടുംബത്തെയും ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ.